ജമാൽക്ക് നമ്മളിപ്പോൾ ഏത് വഴിയാണ് ഇപ്പോൾ മൈസൂർക്ക് പോകണം? കോയമ്പത്തൂർ വഴിയാണോ കോയമ്പത്തൂര് അമ്മൻ വഴിയാണോ പോണേ, അതോ ഏത് വഴിയാ പോകുന്നത്? പെരിന്തൽമണ്ണ വഴി, നിലമ്പൂര്, കുഴിക്കടവ്. കോയമ്പത്തൂർ വഴി പോകാം നമുക്ക്. അതാ നല്ലത്. നമ്മുടെ സത്യമംഗലം കാട് വഴി പോവാം നമുക്ക്. അതുവഴി പോയാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് അധികം ട്രാഫിക് ഇല്ലല്ലോ, നമുക്ക് സ്ട്രൈറ്റ് ഓടിച്ചു പോവാം. അപ്പൊ നമ്മള് അവിനാശിന്നല്ലേ ലെഫ്റ്റ് തിരിയണ്ട നമുക്ക്? നിലമ്പൂര് വഴി പോകണ്ട നമുക്ക്. സ്ട്രൈറ്റ് റോഡ് നമുക്ക് കിട്ടുകയും ചെയ്യും, കുറച്ച് ട്രാഫിക്കും കുറവായിരിക്കും. വീരപ്പന്റെ കാണാറുന്നല്ലേ സത്യമംഗലം? വീരപ്പൻ അടക്കി ആടോണ്ടിരുന്ന സ്ഥലമാണല്ലോ. വീരപ്പനേക്കാരും വലിയ കള്ളന്മാരിപ്പോ നാട്ടിലുണ്ടല്ല. നമ്മളിപ്പോ മൈസൂർക്ക് പോകുന്നത് സത്യമംഗലം കാട് വഴിയാണ്. സത്യമംഗലം കാട് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബെന്നാരി അമ്മൻ കോവിലുണ്ട്, നമുക്ക് ചെല്ലുമ്പോൾ കാണിക്കാമല്ല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂര് പാലിയേക്കര ടോളിലെത്തിയിട്ടുണ്ട് നമ്മള്. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് ഇനി സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ ടോള് ഈടാക്കുന്നതാണല്ലോ. ഈ ടോൾ പ്ലാസകൾ എടുത്തു കളയും, ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യും, എത്ര സമയം നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നു അത്ര കൊടുത്താൽ എന്നൊക്കെയാണ് പറയണത്. BJP-ക്കാർ എന്ത് കൊള്ളയാണ് അവർ ഉദ്ദേശിക്കുന്നത്? അവരെന്തെങ്കിലും കാര്യം നടപ്പിലാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? എന്തെങ്കിലും തരത്തിലുള്ള കൊള്ളയോ, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ, ഏതെങ്കിലും സംഘികൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതല്ല അതൊരു കാര്യം അവർ നടപ്പിലാക്കൂലല്ലോ. കഴിഞ്ഞ ദിവസം പറക്കണ ബസ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വിമളിക്ക് എന്ന് പറയേണ്ട പുള്ളി. ശ്രീരാമനെ വരെ കട്ടോണ്ടുപോയില്ലേ? ശ്രീരാമനെ കട്ടാം. അയോധ്യയില് ക്ഷേത്രം മൊത്തം കൊള്ളയടിച്ചോണ്ടില്ല. എത്ര കോടിയുടെ തട്ടിപ്പാണ്? 200 കോടി രൂപയുടെ അല്ലേ? അത് കണക്കിലുള്ളത്, കണക്കില് പറഞ്ഞേക്കണത്, കണക്കിലുള്ളത്. എന്ത് ചെയ്യണത്? ശ്രീരാമനെ വരെ ഇവര് എന്ത് ചെയ്യാണ്? അടിച്ചു മാറ്റാണ് അല്ലേ? ഇവര് വിശ്വാസികളല്ലാതെ എനിക്ക് തോന്നണം അല്ലേ? മറ്റുള്ളവരെ മുന്നില് എത്ര നല്ല ഭക്തന്മാരായ ആളുകളാണ് അവര്. അവരുടെ സമ്പാദ്യമൊക്കെ കൊണ്ടുവന്ന് കാണിക്കായിട്ടും ഒക്കെ ക്ഷേത്രങ്ങളിൽ കൊടുക്കണം അല്ലേ? വഴിപാടായിട്ടും കാര്യങ്ങളായിട്ടും. അതൊക്കെ അടിച്ചു മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിച്ചു മാറ്റല് കൊലത്തൊഴിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ അല്ലേ? അടിച്ചു മാറ്റല് തട്ടിപ്പ്. ജംഗ്ഷനിലെല്ലാം ഫ്ലൈ ഓവർ വേണ്ടതാണ്. നാഷണൽ അതോറിറ്റി കേരളത്തിൽ വന്നപ്പോ സിഗ്നൽ വെച്ചു കൊടുത്ത് ജനങ്ങളെ ഊമ്പിച്ച്. ടോളൊന്നും കൊടുക്കണതിനൊരു നമ്മൾ ടോളല്ല നമ്മളിത് പിടിച്ചെടുത്ത് വാങ്ങിക്കുകയും ചെയ്യാൻ. ഇപ്പൊ കാസർഗോഡ് ടോള് തുടങ്ങി എല്ലാ അടിയാണല്ലോ അല്ലേ? ടോള് തുടങ്ങി അവിടുത്തെ ഗുണ്ടകളെ വെച്ച് പാവപ്പെട്ട ജനങ്ങളെ തല്ലുക എന്നുള്ളതാണ് അവിടുത്തെ കലാപരിപാടി. രാവിലത്തെ സൂര്യൻ ഉദിച്ചുയർന്നവരാണ്. 1500 ഏക്കറോളം ഉണ്ടെന്നാണോ അല്ലേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി? അതുകൂടാതെ ഇവിടെയുള്ള എല്ലാ ആളുകളും കുടിൽ വ്യവസായ കണക്കാണ്. ചെടികളും വൃക്ഷങ്ങളും മണ്ണുത്തിയില് എല്ലാവർക്കും അതൊരു ബിസിനസ്സാണ്. മിക്കവാറും വീടുകളുടെ ഫ്രണ്ടേജ് ഒക്കെ ആയിട്ട് അത് തന്നെയാണ് സംഭവം. മണ്ണുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഗാർഡന്റെ ക്യാപിറ്റലാണെന്നാണ് കേരളത്തിലെ അല്ലേ? അതെ, ഗ്രാസുകള്, നാച്ചുറൽ ഗ്രാസുകൾ, ചെടികള്, വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ എല്ലാം. ഇപ്പൊ ചെടികളൊക്കെ നമ്മള് മറ്റുള്ള ഗാർഡനിൽ നിന്ന് നമ്മുടെ ലോക്കൽ ഗാർഡനിലൊക്കെ 100 രൂപ വാങ്ങിക്കണ ചെടികളൊക്കെ 30 രൂപക്കൊക്കെ മണ്ണുത്തിയിൽ കിട്ടും. മണ്ണുത്തിയിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കുമ്പോൾ നേരെ റോഡ് സൈഡിലുള്ള സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. ഉള്ളിലേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ നമുക്കെന്ത് അവിടെ ഓരോ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അവിടെ വില കുറച്ച് ചെടികൾ ലഭിക്കും മണ്ണുത്തിയിൽ. മണ്ണുത്തിയിൽ നിന്ന് തന്നെയാണ് തിരുവനന്തപുരം വരെ ചെടികൾ പോകുന്നത്, കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നത്, എല്ലാം പോകുന്നത് മണ്ണുത്തിയിൽ നിന്നാണ് ചെടികൾ. പാലക്കാടിന് പ്രത്യേക ഭംഗിയാണ് അല്ലേ? പാലക്കാടിലെ ഗ്രാമങ്ങളെല്ലാം ആളുകളും അതേപോലെ ശാന്തരാണ്. പാലക്കാട് മാവിന്റെ തോട്ടങ്ങളും അങ്ങാടികളൊക്കെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങാടികളൊക്കെയാണ് പാലക്കാടിന്റെ ഗ്രാമകാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ വെസ്റ്റേൺ ഗാട്ട്സിന്റെ താഴ്വാരായതുകൊണ്ടാണ് മണ്ണുത്തിയില് ഈ
ഗാർഡൻ കാര്യങ്ങളൊക്കെ വരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പ്രത്യേക ഒരു കാറ്റ് പാലക്കാട് നിന്നുള്ള മണ്ണും നല്ല ക്ലേ മണ്ണാണ്. നല്ല കൃഷിക്ക് പറ്റിയ വാഴ കൃഷി, കപ്പ കൃഷിയാണ് മെയിനായിട്ട് മണ്ണുത്തി ഭാഗത്തൊക്കെ. തെങ്ങിനകത്തൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളൊക്കെയാണ്. എങ്കിലും നല്ല ഈ വെസ്റ്റേൺ ഗാർഡ്സിന്റെ താഴ്വാരം എന്ന രീതിയിലേ, പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരം എന്ന രീതിയിലുള്ള ഒരു പാലക്കാടൻ കാറ്റ് എപ്പോഴും ഈ മണ്ണുത്തി ഭാഗത്തുണ്ടാവും അല്ലേ? സാധാരണ സ്ഥലത്ത് അങ്ങനെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയില്ല. ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി എന്തുണ്ടാവും, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെസ്റ്റേൺ ഗാർഡ്സിന്റെ താഴ്വാരാണല്ലോ മണ്ണുത്തി. അക്കഡൈറ്റ് ആണല്ലേ ഈ അക്കഡൈറ്റ് അല്ലേ? കഴിഞ്ഞ ദിവസം ആളുകളൊന്ന് വളരെ വ്യാപകമായി കുളിച്ച് പ്രശ്നമുണ്ടായി, പിന്നീട് ഇപ്പൊ നിരോധനം ഏർപ്പെടുത്തിയത്. കുളിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയ അക്കഡൈറ്റ് അല്ലേ? നല്ല പഴക്കമുണ്ട് അല്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് കൃത്യമായിട്ട് റൂട്ട് പരിചയമില്ലാത്തവരാണെങ്കിൽ അതിന്റെ മീഡിയന്റെ ഭാഗത്ത് കയറും. കുതിരാന്റെ മലനിരകളാണ് കാണുന്നത് അല്ലേ? സൂര്യൻ ഉദിച്ചുയർന്ന് നിൽക്കാണ്. ഇനിയിപ്പോ നമ്മൾ തുരങ്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്, കുതിരാൻ തുരങ്കത്തിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. പാലക്കാട് ഹൈവേയിലുള്ള മലബാർ റെസ്റ്റോറൻറ്റിലാണ് ഉപയോഗിക്കാൻ കയറുന്നത്. അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലാണിത്. ജമാലക്ക് ഇത് കറക്റ്റ് സ്ഥലം ഏതാ? വടക്കഞ്ചേരിയാണോ? വടക്കഞ്ചേരി കഴിഞ്ഞില്ലേ നമ്മള്? സപ്ലയർ വന്നിട്ടുണ്ടായിരുന്നു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. തിരക്കുകൾ കാണാനുള്ള സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അല്ല, ആളുകൾ ട്രാവൽ കുറേ വാർത്ത ചെയ്യുന്നതല്ലേ. എന്താ കഴിക്കാനുള്ള ഫുഡ് കഴിച്ചാലോ നമുക്ക്? നമ്മുടെ മലയാളിയുടെ അടിസ്ഥാന ഭക്ഷണം പുട്ടും കടലേ. മതി. കഷ്ണം ചെറിയ കഷ്ണങ്ങളല്ലേ? ചില സ്ഥലത്ത് പറയാൻ പറ്റില്ല, 10 ആൾ കഴിക്കണായിരിക്കും ഒരു കഷ്ണേ. പറയാൻ പറ്റില്ലല്ലോ. നസീറിന് മാത്രമല്ല, എൻ്റെ വരവേൽപ്പിൽ മോഹൻലാൽ പറഞ്ഞ പോലെ പുട്ടും കടലയും തിന്നാൻ വേണ്ടി ഒന്ന് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാലൊന്നുപോലെ ഞാൻ ആലോചിച്ചു എന്ന്. വരവേൽപ്പിലല്ലേ ബസ് മുതലാളിയായിട്ടുള്ളത്? ഗൾഫ് മോട്ടേഴ്സ് അന്ന് പറഞ്ഞ പോലെ പുട്ടും കടലയും. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല ഗൾഫിലല്ലേ? ഇവിടെ കിട്ടാത്ത കേരള ഭക്ഷണമൊക്കെയാണ് എന്ത് ചെയ്യണത് ഗൾഫിൽ കിട്ടുന്നത്. മോഹൻലാൽ പറഞ്ഞത് പുട്ടും കടലും കഴിക്കാൻ മാത്രമായിട്ട് ഞാനിത് കയറി വന്നാലത് പലപ്പോഴും ഞാൻ ആലോചിച്ചു എന്താ പറഞ്ഞേ. അന്നൊന്നും അത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഗൾഫിൽ. അന്ന് പോയ ആളുകൾ കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ ഫൗണ്ടേഷനിൽ നിന്നിട്ടാണ് എന്ത് ചെയ്തത്. അന്ന് പോയ ആളുകളുടെ ത്യാഗമാണ് ഇന്നത്തെ കേരളം. അത് പ്രവാസികളെല്ലാവരും എന്ത് ചെയ്യണം? സല്യൂട്ട് ചെയ്യണം. ഓരോ പ്രവാസികളുടെയും വിയർപ്പിലാണ് എന്തിരിക്കുന്നത്, കേരളത്തിൻ്റെ ഓരോ കല്ലും പടർത്തുയർത്തിയാണ്. ഫുഡ് വന്നിട്ടുണ്ട്. പുട്ടും കടലക്കറിയാണ് നമുക്ക് ഫുഡ് എന്ന് വന്നിട്ടുള്ളത്. മാലക്ക നമ്മൾ കയറിയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഫുള്ളാളായി. നമ്മളിപ്പോൾ വാളയാർ ക്രോസ് ചെയ്യാൻ പോവാണ്. വാളയാർ കാടാണ് നമ്മുടെ 2 വശങ്ങളിലുള്ളത്. വാളയാർ ബോർഡർ ക്ലോസ് ചെയ്ത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. വാളയാർ കാടിൻ്റെ അതിർത്തി വരെയാണ് വീരപ്പൻ്റെ കാടിൻ്റെ അതിർത്തി ഉണ്ടായിരുന്നത്. വീരപ്പൻ വാളയാർ വരെ വരുമായിരുന്നു. നേരത്തെ വളരെ വലിയ ബ്ലോക്കായിരുന്നു ഇവിടെയൊക്കെ അല്ലേ? എപ്പോഴും. ഇപ്പോഴല്ല കേട്ടോ, ഈ വാറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്.
ഇപ്പം GST വന്ന് ബോർഡർ ചെക്ക് പോസ്റ്റുകളെല്ലാം എടുത്തു കയറണമെന്നാണ് നിയമം. പക്ഷെ ഇപ്പോഴും RTO ചെക്ക് പോസ്റ്റുകൾ ഇവിടെ ഉണ്ട് വൈകുന്നേരം 5 മണി വരെ. യഥാർത്ഥത്തിൽ അത് അനധികൃത ചെക്ക് പോസ്റ്റുകളാണ്. കാരണം GSTയുടെ നിയമം അനുസരിച്ച് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാമാണ്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ പാലാണ്. വാളയാർ കഴിയുമ്പോൾ അത് ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. ഫസ്റ്റ് നമ്മൾ ബോർഡർ കടന്ന് ചെല്ലുന്നത് കോയമ്പത്തൂരാണ്. നിലവിൽ അതിർത്തിയെ തമിഴ്നാടായിട്ട് സഹകരിച്ച് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ ആയിട്ട് ബന്ധപ്പെട്ട് ചെക്കിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ പോയി കണ്ട്. അപ്പോൾ അതിർത്തികളിൽ തമിഴ്നാടുമായി സഹകരിച്ച് ചെക്കിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ സിറ്റി നമ്മൾ ടച്ച് ചെയ്യില്ല കേട്ടോ. നമ്മളിനി നേരെ പോകുന്നത് അവിനാശിക്ക് ഒരു 3-4 കിലോമീറ്റർ മുൻപ് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്ത് സത്യമംഗലം റോഡിലേക്ക് കയറി നമ്മൾ നേരെ സത്യമംഗലം കാടിൻ്റെ ഭാഗത്തേക്ക് പോകാണ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ നേരെ ആദ്യം തന്നെ നമ്മൾ LNT റോഡിലേക്ക്, LNT റോഡ് എന്ന് സിംഗിൾ റോഡാണ്, 4 ലൈൻ അല്ല, സിംഗിൾ ലൈനിലേക്ക് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കാൻ പോണത്. LNT റോഡ് ആദ്യത്തെ ടോൾ റോഡാണിത്. ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ടോൾ റോഡിലുള്ള ഒരു ടോൾ റോഡാണിത്. മധുക്കരയിലാണ് ഇപ്പം നമ്മളുള്ളത്. മധുക്കര പോലീസ് സ്റ്റേഷൻ സെപ്പറേറ്റ് അല്ലേ, കോയമ്പത്തൂർ അല്ലല്ലോ. വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ലെഫ്റ്റ് സത്യമംഗലത്തിന്. ആന, കടുവ, പുലി, കരടി അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ ഭീകരജീവി ഉണ്ട് മനുഷ്യൻ. അവരുടെ ഇടയ്ക്കായിരുന്നു നമ്മളെ പോലെയുള്ള ഭീകരന്മാരെന്ത് ചെയ്യണം. വീരപ്പൻ അത്ര വലിയ ഭീകരനായിരുന്നില്ല. അത് വന്ന വഴിക്ക് ഇപ്പോൾ ഒരു ലോറി അവിടെ വലിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് കല്ല് വെച്ച് കൊടുക്കാൻ പറഞ്ഞ് വിളിച്ച്. സത്യമംഗലം കാട് എത്താറായിട്ടുണ്ട്. റൈസ് ചെയ്ത് എടുക്കാൻ നോക്കാണ് വണ്ടി. ரொம்ப அமுத்தாதுண்ணா, மெதுவாக கொடுத்துருண்ணா. ஏன்னா ரொம்ப அமுத்துறேன். ഡ്രൈവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡ്രൈവർ മാറാണ്. പുറകെ വന്നൊരു വണ്ടിയെ ഡ്രൈവർ കയറാമാണ് വണ്ടി കയറ്റി കൊടുക്കാനായിട്ട്. പാലക്കാട് നിന്ന് മാറി നോട്ടാ. പാലക്കാട് ചെറിയ കല്ല് മാറ്റി, നേരത്തെ എടുത്ത ചെറിയ കല്ല് പൊടിഞ്ഞു പോയി. അപ്പോൾ അതിന് മാറിയിട്ട് വേറെ വലിയ കല്ല് എടുത്തതാണ്. ഇതിൽ ആ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറെ മാറി പുറകെ വന്നൊരു ഡ്രൈവർ കയറിയേക്കാണ് ഇപ്പോൾ.
വേറെ ഡ്രൈവർ കയറിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഇത് ഓഫായി പോകൊണ്ടിരിക്കുകയാണ്. അത് നല്ലത് പഴയ ഡ്രൈവർ തന്നെയാണ്. അല്ല, അവരെല്ലാവരും ഉണ്ട്. ഇനി അവർ കയറ്റിക്കോളും. എല്ലാവരും വന്നിട്ടുണ്ട്. നേരത്തെ വണ്ടിക്കാരൻ എന്താ പറ്റിയായിരുന്നൊക്കെ കല്ല് വെച്ച് കൊടുത്ത വണ്ടിക്കാരനെ? അതാ വണ്ടിക്കാരനെ ക്ലച്ച് മൊത്തം കുറവായിരുന്നു. ഗിയറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഗിയർ വീടില്ലാണ്ട് വന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ ഓഫായി പോണം. കല്ല് വെച്ചിട്ടും കിട്ടിയില്ല. ഇനിയിപ്പോ നമുക്ക് ബാക്കിൽ നിന്ന് വല്ല അതേപോലെ ലോഡ് വണ്ടി വെച്ചിട്ട് പയ്യെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ JCB കൊണ്ട് തള്ളി കൊടുക്കുവാണെങ്കിൽ പയ്യെ ഒന്ന് കറങ്ങി കഴിയുകയാണെങ്കിൽ അവിടെ കയറി പൊക്കോളും. റേസ് ചെയ്തെടുത്തിട്ട് കാര്യമില്ല. ഇല്ല, ഒന്നുകൂടി ഉള്ള ക്ലച്ച് മൊത്തം തീരൂല, കത്തി തീരുവല്ലേ ഉള്ളൂ. വേറൊരു ഡ്രൈവർ കയറിയില്ലോ ആ നിലവിൽ, ആ ഡ്രൈവർ മാറ്റിയിട്ട്. അതിനേക്കാളും ആ ഓടിച്ചോണ്ട് വന്ന ഡ്രൈവർ അതിനേക്കാളും കണ്ടീഷൻ ആയിട്ട് കുറച്ച് മൂവായി പോയതല്ലേ. മറ്റേ ഡ്രൈവർ ആള് വരാണ്ടിരുന്നു ചാടി ഇറങ്ങാൻ. അതും വളരെ ഡേഞ്ചർ സോണിലാണല്ലോ വണ്ടി കിടക്കുന്നത്. ടേണിങ്ങും വലിയ കുത്തനെ കയറ്റവും. നമ്മളെ കൈ കാണിച്ച് നിർത്തിയാറുണ്ട്. കല്ല് വെച്ചാരണം പുള്ളിക്കൊരു സന്തോഷമായില്ല, അത്രയും ഒരു വിജനമായ സ്ഥലത്ത്. പക്ഷെ നമ്മള് അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ധാരാളം ആള് വന്നു അവിടെ. ഇവിടെ കാണുന്നത് വാഴത്തോട്ടല്ലേ? വാഴയുണ്ട്, മഞ്ഞളുണ്ട് അല്ലേ? വാഴയുടെ ഇലകൾ മൊത്തം കീറിയിട്ടാ കാണുന്നതാ, കാറ്റ് പിടിക്കാണ്ടിരിക്കാനേ. ഏത്തവാഴയാണ്, ഏത്തവാഴ അല്ലേ? ഏത്തണ്ട്, റോബസ്റ്റ് ഉണ്ട്. റോബസ്റ്റ്. ഞങ്ങള് മൈസൂര് വരെ ഈ കൃഷി തന്നെയാണ്, വാഴ കൃഷി തന്നെ അല്ലേ? കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. വെള്ളം ഉണ്ടാവും, ഇത്ര താഴ്ന്ന പ്രദേശമാണല്ലോ, വെള്ളത്തിന് നല്ല സൗകര്യം ഉണ്ടാവുമായിരിക്കും. മലയുടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണല്ലോ. അതെ, മലയുടെ താഴ്വാഴ വാലി. ഇടയിൽ കൂടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അവരുടെ പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കനാലാണ്. പുഴ കണക്കിരിക്കണ വെള്ളം പോടാനുള്ള മേട്ടൂർ ഡാമൊക്കെ ഉണ്ടല്ലോ, ഡാമിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് വരണായിരിക്കും എന്ന് തോന്നണു. ഭവാനി പുഴയുടെ ആ ഭാഗത്ത് കൈ വഴികളായിട്ട് അവിടെ നല്ല. നമ്മളിനി പോണ്ടത് എങ്ങടാ? ഇവിടെ ആ റൂട്ടിൽ പോകണം. അങ്ങനെ റൈറ്റ് അല്ലേ? എന്തേ കാണിക്കുന്നത്? റൈറ്റാണ്. അറിയാം. മൈസൂരിൽ നിന്ന് ഇതിൻ്റെ അങ്ങടാണ് തിരിച്ചോ? നമ്മൾ തെറ്റി, അവിടെ മൈസൂർ അങ്ങടാ. നമ്മളിങ്ങനെ വന്ന് ഇങ്ങോട്ട് വരണോളൂ, വഴി തെറ്റിപ്പോയി. അവിടെ വന്നപ്പോൾ ആകെക്കാടി ഗൂഗിൾ ആൻറ്റി ആകെ തെറ്റിച്ചു. ലെഫ്റ്റ് അല്ലേ? സ്ട്രൈറ്റ്.
ബന്നാരിയമ്മൻ കോവിലിൻ്റെ അവിടാണോ നമ്മൾ പോകുന്നത്? അത് കോവിൽ കഴിഞ്ഞോ? ഇല്ലല്ലോ, സത്യമംഗലം താഴത്തല്ലേ കോവിലുള്ളത്. ഈ വന്ന വണ്ടി ടൂറിസ്റ്റ് വണ്ടിയാണല്ലോ, അത് ഇവിടെ എവിടെയെങ്കിലും അടുത്തുള്ള കമ്പനിയിൽ നിന്ന് തന്നെ ആയിരിക്കും. അത് 12 വീലാണല്ലോ. അല്ല, ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് തന്നെ എന്തോ ക്ലേ എന്തോ കയറ്റിയിട്ട് വന്ന് പോണ വണ്ടി അത്. ആ പോണ വണ്ടി അങ്ങോട്ട് പോകണമായിരിക്കുള്ളൂ. ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി പോകണം, ബോക്സ് ഒക്കെ വെച്ച്. കനാലിന്റെ താഴ്വശമാണ് ഈ റോഡ്. കനാലുണ്ട്, അത് നേരത്തെ കണ്ട കനാല്. പക്ഷെ അത് ഉണ്ടാക്കിയേക്കണാണ് കേട്ടോ, മണ്ണ് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ചെയ്തേക്കണാണ്. ബാക്കിയും ഉണ്ടാക്കണ തന്നെയാണല്ലോ, ബാക്കി താത്രന്ന് മാത്രമല്ലേ ഉള്ളൂ. ഡാം, ഭവാനി ഡാമാണത്. ആ ഡാമിൽ നിന്നുള്ള 1948 അത്ര വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത് അവിടെ കണ്ടത്. ഇവിടുന്ന് ഫുഡ് കഴിക്കാം അല്ലേ? ഇവിടുന്ന് കഴിക്കാം. പിന്നെ അങ്ങോട്ട് പോയാൽ ഒന്നും കിട്ടൂല. ഇല്ല, നമുക്കിപ്പോൾ തൽക്കാലം ദോശ. ടൈം എത്രയായി ഇപ്പം? ടൈം 3 മണിയായില്ലേ? ഇപ്പോൾ ഇവിടുന്ന് കഴിക്കാം. നമ്മൾക്ക് എന്താ കഴിക്കണേ? ദോശ, ഇനിയിപ്പോൾ വേറെ അങ്ങോട്ട് ഒന്നുമില്ല, കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പൊറോട്ടയാ? എഗ് റൈസ് 2 എഗ് റൈസ് കൊടുക്കാം. നമ്മൾക്ക് എങ്ങനെയുണ്ട് എഗ് റൈസ്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? നമുക്ക് കാര്യം ലെഫ്റ്റാണ് പോകേണ്ടത്, പക്ഷെ നമ്മളിപ്പോൾ റൈറ്റ് പോകണം. കാരണം ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇനി ഞങ്ങൾ സത്യമംഗലം കാട് മുകളിൽ ഹെയർ പിന്ന് കയറി കഴിഞ്ഞാലാണ് നമുക്ക് എന്തുള്ളൂ പെട്രോൾ പമ്പുള്ളൂ. ഇത് ബന്നാരിയമ്മൻ കോവിലാണ് അല്ലേ മലക? അതെ, കോവിലൊന്നും ആളുകളാണ്, ബസ് കാത്ത് വെക്കണാണ് ഈ കാണുന്നത്. ആയിരുന്നു പോകേണ്ടത്, പക്ഷെ നമ്മൾ ഡീസൽ കുറവായതുകൊണ്ട് പിന്നെ കാരണം ഇനി സത്യമംഗലം കാട് കയറി ഇറങ്ങിയാലാണ് എന്തുള്ളൂ പെട്രോൾ പമ്പുള്ളൂ.